വയലൻസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ അവസ്ഥ ദേ ലൈക്ക് വയലൻസ് എന്നതാണ്. മോസ്റ്റ് വയലന്റ് ഫിലിം പുറത്തിറക്കിക്കൊണ്ട് ഈ യാത്രയിൽ ഒട്ടും പിന്നിലല്ല എന്ന് നമ്മൾ മലയാളികളും തെളിയിച്ചു കഴിഞ്ഞു. ഇതൊരു അച്ചീവ്മെന്റോ ധീരതയോ എന്നൊക്കെ വാഴ്ത്തുകളുമുണ്ട്. ഏതായാലും ഒരു അറവശാലയിൽ നിന്ന് ലൈവ് എടുക്കുന്നത് പോലെയുള്ള സിനിമകൾക്ക് നല്ല ഡിമാൻഡാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം സിനിമകളെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ആരാധക വൃന്ദം ഉണ്ട് എന്നതാണ് ഇത്തരം സിനിമകളുടെ വിജയം കാണിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഹിംസാത്മകമായ ഔട്ട്ലുക്കിനെയാണോ കാണിക്കുന്നത്? വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥ തീർച്ചയായും ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് വളക്കൂറുള്ള ഒന്നാണ്. ആന്തരികമായ ശത്രുക്കളെ സൃഷ്ടിക്കുക, അവരെ ഉന്മൂലനം ചെയ്യുക എന്നത് ദേശീയമായ ഒരു ചാരിതാർത്ഥ്യത്തിൻ്റെയും ആനന്ദമൂർച്ചയുടെയും മൂല്യമായി ഉയർത്തിപ്പിടിക്കുന്ന കാലം തീർച്ചയായും ഹിംസാത്മകതയെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇത്തരം സിനിമകളിൽ കാണിക്കുന്ന എല്ലാവിധത്തിലുള്ള ഹിംസയും ആസ്വദിക്കുന്നതിന് ഒരു പ്രേക്ഷകന് എപ്പോഴുമുള്ള ന്യായം നായകന്റെ ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഒരു കഥയായിരിക്കും. ഒരു കഥയുണ്ടെങ്കിൽ അതിൻ്റെ ചിലവിൽ വർത്തമാനകാലത്ത് നടക്കുന്ന ഏതൊരു ദുഷ്ടമായ ഹിംസയും ന്യായീകരിക്കാൻ കഴിയുന്ന വിധം അക്രമങ്ങളോട് ഇൻസെൻസിറ്റീവ് ആകാൻ സിനിമകളുടെ വയലൻസ് നമ്മെ സഹായിക്കുന്നു. പിന്നെയും നിരവധി ഘടകങ്ങളുണ്ട്. പേഴ്സണൽ സ്പേസിൽ നാം അനുഭവിക്കുന്ന അസംതൃപ്തി, ആത്മനിന്ദ, സോഷ്യൽ മീഡിയയുടെ കമ്പാരിസൺ കൾച്ചർ സൃഷ്ടിക്കുന്ന അന്യവിദ്വേഷം, ആ വെറുപ്പ് മൂലം ഉണ്ടാകുന്ന മനംമടുപ്പ്, വയലന്റ് വീഡിയോ ഗെയിമുകളുടെ പ്രചാരം, ഇതൊക്കെ അതിനാക്കം കൂട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വിടുതൽ നേടാൻ കഴിയുന്ന ഒരു കത്താർസിസ് എഫക്റ്റ് ആയിട്ട് ഓൺ സ്ക്രീൻ വയലൻസിനെ ആളുകൾ എടുക്കാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാവും സ്ക്രീനിൽ ചോര തെറിക്കുമ്പോൾ ആർപ്പുവിളികളോടെ അതിനെ ആൾക്കൂട്ടം എതിരേൽക്കുന്നത്? ആ ആൾക്കൂട്ടം നമ്മെ പേടിപ്പെടുത്തേണ്ട ഒന്നല്ലേ? സിനിമയായിട്ട് കാണൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. സിനിമയിലെ വയലൻസ് കാണുന്ന ഒരു അഡൽട്ട് പക്വത നേടിയ ഒരാളാണെന്നും സ്ക്രീനിലെ വയലൻസും ജീവിതവും തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ടാവുമെന്നുമാണ് അനുമാനം. സിനിമ കാണുന്നത് കൊണ്ട് ജീവിതത്തിൽ ആരെങ്കിലും അഗ്രസീവ് ആവുമെന്നോ വയലൻ്റ് ആവുമെന്നോ പറയാൻ കഴിയില്ല എന്നവർ വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം സിനിമകൾ കാണുന്ന ലക്ഷോപലക്ഷം മനുഷ്യരെല്ലാം സൈക്കോകളായി തീരണ്ടേ എന്ന് അവർ ചോദിക്കുന്നു. പക്ഷേ ഇതൊരു തെറ്റായ റീസണിംഗ് ആണ്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എക്കാലത്തും ഇത്തരം വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു സിനിമ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് നാം അത്തരം ചിത്രങ്ങളുടെ സാമൂഹികമായ എഫക്റ്റിനെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അത് നെഗറ്റീവാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം സിനിമകൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മനഃശാസ്ത്രം നാം അന്വേഷിക്കേണ്ടത് തന്നെയല്ലേ? എംപരിക്കലായ നിരവധി പഠനങ്ങളിൽ വയലൻ്റ് സിനിമകളുടെ സാമൂഹികമായ നെഗറ്റീവ് എഫക്ട്സ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വയലൻ്റ് ഫിലിംസ് റിഗ്രസീവായ ആശയങ്ങൾക്ക് പ്രചോദനമാവുന്നു. അത് ഹിംസയെ ശക്തിക്കും അധികാരത്തിനും ആവശ്യമുള്ള സ്വാഭാവികമായ ഒന്നായി ഗ്ലാമറൈസ് ചെയ്യുന്നു. അനുകമ്പയും മറ്റും ദുർബല ഹൃദയമുള്ളവർക്കാണ് എന്ന് വാദിച്ച് ഹിംസകളോട് സമൂഹത്തിന്റെ പൊതുവായ സെൻസിറ്റിവിറ്റിയെ കളിയാക്കുന്നു. ഇങ്ങനെ അത് റിയൽ ലോകത്തേക്ക് കൂടി ഹിംസയും ആക്രമണവും വളർത്തുന്ന ഒരു ടോക്സിക് കൾച്ചറിന് പ്രചോദനം നൽകുന്നു. മലയാള സിനിമ മുൻകാലങ്ങളിൽ നിന്ന് മാറി എന്തിനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അന്വേഷിച്ചു പോയി തുടങ്ങിയ ഒരു കാലത്താണ് നാം ഇന്നുള്ളത്. അപ്പോൾ ആ ശരികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ വയലൻസ് പോർട്രേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സെൻസ് കൂടി ആത്മവിമർശനം അർഹിക്കുന്നില്ലേ?